ഗാസ സിറ്റിയിൽ മാധ്യമപ്രവർത്തകരെ പാർപ്പിച്ചിരുന്ന ടെന്റിന് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. അൽ ജസീറയുടെ 5 മാധ്യമപ്രവർത്തകരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അനസ് അൽ ഷെരീഫ്, മുഹമ്മദ് ഹീഹെ, ഇബ്രാഹിം സഫർ, മുഹമ്മദ് നൌഫൽ, മോമൻ അലിവ എന്നിവരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഗസ സിറ്റിയിലെ അൽ ഷിഫ ആശുപത്രിയുടെ പ്രധാന ഗേറ്റിന് പുറത്തുള്ള ടെന്റിൽ ഞായറാഴ്ച വൈകുന്നേരമാണ് ആക്രമണം നടന്നത്. കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുമ്പ് വടക്കൻ ഗസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളാണ് 28-കാരനായ അനസ് റിപ്പോർട്ട് ചെയ്തത്. അനസിന്റെ എക്സ് അക്കൗണ്ടിൽ മരണത്തിന് മിനിറ്റുകൾക്ക് മുമ്പ് ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തെക്കുറിച്ച് പോസ്റ്റ് ചെയ്തിരുന്നു. അനസ് ഹമാസ് അംഗമായിരുന്നുവെന്നും ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്തിയെന്നും അനസിനെ വധിച്ചത് സ്ഥിരീകരിച്ച പോസ്റ്റിൽ ഇസ്രായേൽ അവകാശപ്പെടുന്നു. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ലോകത്തിൽ ഉയരുന്നത്. വടക്കൻ ഗസയിലെ പലസ്തീൻ ജനതയ്ക്കെതിരായ വംശഹത്യയെക്കുറിച്ചുള്ള തുടർച്ചയായ വാർത്തകൾ നൽകിയതിന് ഇസ്രായേലിൽ നിന്ന് അനസിന് നിരവധി ഭീഷണികൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അനസ് 4 മാസം മുമ്പ് ഒരു കുറിപ്പ് തയ്യാറാക്കി സഹപ്രവർത്തകരെ ഏൽപ്പിച്ചിരുന്നു. മരണശേഷം അവർ അദ്ദേഹത്തിൻ്റെ FB പേജിൽ ഈ കുറിപ്പ് പോസ്റ്റ് ചെയ്തു. കുറിപ്പ് ഇങ്ങനെയാണ്: ഇതാണ് എൻ്റെ അവസാന ഒസ്തിത്വം, എൻ്റെ അവസാന സന്ദേശവും. എൻ്റെ വാക്കുകൾ നിങ്ങളിൽ എത്തുകയാണെങ്കിൽ എന്നെ കൊല്ലുന്നതിലും നിശബ്ദമാക്കുന്നതിലും ഇസ്രായേൽ വിജയിച്ചു. ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും ഞാൻ വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്, യാതനകളും നഷ്ടങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. എങ്കിലും സത്യം അതേപടി അറിയിക്കാൻ ഞാൻ ഒരിക്കലും മടി കാണിച്ചിട്ടില്ല. ഞങ്ങളെ ഇല്ലാതാക്കുന്നതിൽ മൗനം പാലിച്ചവർക്കും അംഗീകരിച്ചവർക്കും നമ്മുടെ കുട്ടികളുടെയും സ്ത്രീകളുടെയും ശരീരാവശിഷ്ടങ്ങൾ കണ്ട് ഹൃദയം ചലിക്കാത്തവർക്കും 1.5 വർഷത്തിലേറെയായി നമ്മുടെ ജനങ്ങൾ അനുഭവിച്ചു വരുന്ന കൂട്ടക്കൊല നിർത്താത്തവർക്കും മുസ്ലിം ലോകത്തിൻ്റെ കിരീടത്തിലെ രത്നവും ഈ ലോകത്തിലെ ഓരോ സ്വതന്ത്ര വ്യക്തിയുടെയും ഹൃദയമിടിപ്പുമായ പലസ്തീനെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. സ്വപ്നം കാണാനും സുരക്ഷിതത്വത്തിലും സമാധാനത്തിലും ജീവിക്കാനും അവസരം നിഷേധിക്കപ്പെട്ട പലസ്തീനി ജനതയെയും ഞങ്ങളുടെ അടിച്ചമർത്തപ്പെട്ട കുട്ടികളെയും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. അവരുടെ ശുദ്ധമായ പിഞ്ചു ശരീരങ്ങൾ ടൺ കണക്കിന് ഇസ്രായേൽ ബോംബുകളും മിസൈലുകളും ഏറ്റ് ഛിന്ന ഭിന്നമായി അവശിഷ്ടങ്ങൾ ഗസയുടെ തകർന്ന ചുവരുകളിൽ ചിതറിക്കിടക്കുന്നുണ്ട്. നിങ്ങൾ നിയന്ത്രണങ്ങളാൽ നിശബ്ദരാകരുത്, അതിർത്തികളാൽ തടഞ്ഞു നിർത്തപ്പെടരുത്. എൻ്റെ ഉപദേശം അതാണ്. നമ്മുടെ തട്ടിയെടുത്ത മാതൃരാജ്യത്ത് അന്തസ്സിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സൂര്യൻ പ്രകാശിക്കുന്നതിന് രാജ്യത്തിൻ്റെയും അതിലെ ജനങ്ങളുടെയും വിമോചനത്തേക്കുള്ള പാലങ്ങളാകുക. എൻ്റെ കുടുംബത്തെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. സർവശക്തനായ അള്ളാഹുവിനു ശേഷം നിങ്ങൾ അവരുടെ ചുറ്റും നിരന്ന് അവരെ സംരക്ഷിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഞാൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ തത്വങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ മരിക്കും. ഗാസയെ നിങ്ങൾ മറക്കരുത്, അനസിൻ്റെ കുറിപ്പിൽ പറയുന്നു.